ജ്യൂസ് കുടിക്കാൻ വന്നാണോ നേന്ത്രക്കായ വാങ്ങിക്കാൻ വന്നാണോ? കാണാൻ വന്നത്. അപ്പോൾ നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് വർത്താനം പറഞ്ഞാലോ? ഒരു ജ്യൂസ് കുടിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ജ്യൂസും കൂടെ കുടിക്കാം. നല്ല ജ്യൂസായിരുന്നു കേട്ടോ, തണുത്ത ജ്യൂസാണ്. അപ്പോൾ നമ്മൾ ജ്യൂസിൻ്റെ കാര്യം കൂടി ഒന്ന് ചേട്ടൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ വന്നാട്ടെ. അപ്പോൾ ചേട്ടാ ജ്യൂസ് ഗംഭീരമായിരുന്നു, പ്രത്യേകിച്ച് നോൺ വെജ് ജ്യൂസ്. ഇവിടെ വന്ന് എല്ലാ ദിവസവും ജ്യൂസ് കുടിക്കാറുണ്ടോ? ആണോ? അപ്പുറത്ത് ഹോട്ടലുണ്ട്. ആണോ? പരിചയമുണ്ട്, കാണാറുണ്ട്. എന്താ ചേട്ടാ പേര്? ഇവിടെയാണോ? എത്ര വർഷമായിട്ടുണ്ട്? 30 വർഷമായിട്ട് ഇവിടെ പണിയുണ്ട്. 30 വർഷമായിട്ട് പണിയുണ്ട്. ചേട്ടൻ ഇപ്പൊ എല്ലാ ഇടയ്ക്ക് വന്ന് ജ്യൂസൊക്കെ കുടിക്കും ഇവിടെ? മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ ഒരു സാധ്യത അങ്ങനെയല്ല. ആ രീതിയിൽ നമുക്ക് നമ്മൾ ജോലി ചെയ്യണം. ഇപ്പൊ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ 5 വർഷമായിട്ട്. ചേട്ടൻ എത്ര വർഷമായിട്ട് ജോലി? 30 വർഷം. 30 വർഷം. അപ്പൊ മണ്ഡലത്തെ കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാവുമല്ലോ. ഈ മണ്ഡലം മൊത്തത്തിൽ എങ്ങനെയാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ ഒരുവിധം ആൾക്കാരൊക്കെ നമ്മളെല്ലാവരും ഒരുപക്ഷെ സുനിൽ കുമാറിന് തന്നെ അവിടെ ഒരു ഭൂരിപക്ഷം ആണോ? പിന്നെ മറ്റുള്ള എന്ത് പറഞ്ഞാൽ എന്തോ ആയിരിക്കും ഒരു കാരണം. ഇപ്പൊ ദേശീയ രാഷ്ട്രീയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ 400 സീറ്റ് കിട്ടിയ അധികാരത്തിൽ വരുമെന്ന് മോദി സർക്കാർ കണക്കാക്കുന്നു. സുരേഷ് ഗോപി മത്സരിക്കുന്നു, സുനിൽകുമാർ മത്സരിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് സുനിൽകുമാറിൽ ജയിക്കാം എന്നൊരു കോൺഫിഡൻസ് ഉള്ളത്? സുനിൽകുമാറിന് ജയിക്കാന്ന് പറഞ്ഞാൽ സുനിൽകുമാർ ഒരു ജനകീയനാണ്. നമുക്ക് ഇവിടെ ഒരു കാര്യം ഒരാൾക്ക് സാധാരണക്കാർക്ക് ചെന്നിട്ട് എന്തൊരു കാര്യം ആവശ്യപ്പെടാനും എന്തിനും സുനിലാടിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നടക്കും. ഇപ്പൊ ഈ സുരേഷ് ഗോപി കുറച്ച് നാൾ മുപ്പാട് ഇവിടെ ഈ പര്യടനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആള് വന്നിട്ട് ഇവിടെ പറഞ്ഞത് മെയിനായിട്ട് മാർക്കറ്റിന്റെ വികസനമാണ് പറഞ്ഞത്, ശക്ത മാർക്കറ്റിന്റെ വികസനം. അപ്പൊ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു നിസ്സാര വിഷയമല്ല ഈ ശക്ത മാർക്കറ്റിന്റെ വിഷയം. അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ മാർക്കറ്റ് മുഴുവൻ നടന്നിട്ട് വേറെ ഒരു കാര്യം പറയാല് മാർക്കറ്റിന്റെ വികസനമാണ് ആള് പറഞ്ഞത്. നിങ്ങൾ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു പുതിയ എംപിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ? പുതിയൊരു എംപിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭവം നമ്മളിപ്പോ നമ്മുടെ ജീവിതം പ്രാദേശികമല്ലാണ്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ മതത്തിന്റെ രാഷ്ട്രീയം ഇത് ഇവിടുന്ന് തുടച്ചു മാറ്റപ്പെടണം. ഇന്ന് രാവിലെ സിൻഡോ ഇന്ന് രാവിലെ ഇപ്പൊ ചാനൽ വെച്ച് നോക്കിയപ്പോ കണ്ടു ഇതില് പുസ്തകത്തിൽ നിന്ന് പാഠഭാഗത്തിൽ നിന്ന് ഇത് എടുത്തു മാറ്റി എന്ന് പറഞ്ഞു. രാമക്ഷേത്രം വന്നു, രാമജന്മഭൂമി വന്നു, ബാബരി മസ്ജിദ് മാറ്റി. തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. അതുതന്നെയാണോ ചേട്ടന്റെ ഒരു നിലപാട്? മൊത്തത്തിൽ സുനിൽകുമാർ കൃഷി മന്ത്രിയായിട്ടുണ്ട്, ലോക്സഭാ മന്ത്രി വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരം ഉണ്ടാവും. അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ചേട്ടാ, അപ്പൊ നമ്മള് നല്ല ജ്യൂസായിരുന്നു, ഗംഭീര ജ്യൂസ്. അപ്പൊ നോൺ വെജ് ജ്യൂസ് കണ്ടിട്ട് ആൾക്കാരൊക്കെ ഞെട്ടിയിരിക്കുക. സംഭവം കൊള്ളാം. നമ്മൾ ആദ്യം ഒന്നും പരിഭ്രാന്തി ഉള്ളതുപോലെ ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? ഒന്നും സംഭവിക്കില്ല. ഓക്കെ. അപ്പോൾ താങ്ക് യു ചേട്ടാ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ സന്തോഷം. അപ്പോൾ സിൻഡോ, അതാണ് ഇവിടുത്തെ മൊത്തത്തിൽ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയം. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇപ്പൊ ഇവിടെ കൂടുതലും ഇവിടെ വന്നിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരു ബാത്റൂം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ ബാത്റൂം ഇല്ല, അങ്ങനെ വലിയൊരു പ്രശ്നം അല്ലേ? മണ്ഡലത്തിൽ ഒരു പ്രശ്നമാണ്. ഇവിടുത്തെ ഒരു കാര്യം പറയാണ്ട്, ഒരു 4 വർഷം മുപ്പാട് അവിടെ മാർക്കറ്റിന്റെ ഫ്രണ്ട് ഭാഗത്ത് കോർപ്പറേഷന് ബാത്റൂമിന് സാങ്ഷൻ ആയി അവിടെ പണി വരെ തുടങ്ങിയതാണ്. ഇപ്പൊ ഈ അവിടെയുള്ള കുറച്ച് കച്ചവടക്കാർ ചേർന്നിട്ട് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ആ പണി ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഇത് പൊതുജനങ്ങൾക്ക് ഇത് അറിയില്ല. അപ്പൊ ആള് സുരേഷ് ഗോപി വന്നിട്ട് ഇവിടെ മെയിൻ ആയിട്ട് പറയണ ഇവിടെ ഒരു ബാത്റൂം ഇല്ല എന്നാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് ഈ മാർക്കറ്റിന്റെ ഒരു ബാത്റൂമിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് വോട്ട് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിന്റെ അപ്പുറത്ത് ഗ്യാസിന്റെ വിഷയമുണ്ട്, പെട്രോളിന്റെ വിഷയമുണ്ട്. അങ്ങനെയൊക്കെ ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. ഗ്യാസ്, പെട്രോൾ, ഡീസൽ അങ്ങനെ ചർച്ച ചെയ്താൽ ആർക്കായിരിക്കും അത് ഗുണകരമാവുക? ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഗുണകരമാവും LDF-നായിരിക്കും. ആണോ? LDF-നായിരിക്കും. പക്ഷെ അവിടെ അപ്പുറത്തെ ഭാഗത്തും ഉണ്ടല്ലോ ഈ സപ്ലൈകോ ഈ സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥ, പെൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു സാമ്പത്തിക അവസ്ഥ. അതിലിപ്പോ കേന്ദ്രം ഒരുപാട് കേരളത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലോ അതിൽ. അതാ വോട്ടർമാർക്ക് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കാരണം കേരളത്തിന് ഒറ്റ പൈസ കിട്ടാനില്ലെന്ന് നിർമ്മല സീതാരാമൻ കൂടെ വന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ എന്താ കണ്ട കോടതി വിധിയിലൂടെ തന്നെ നമുക്ക് പല പൈസകളും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് തരുന്നില്ലേ? തരേണ്ട ഗതികേടായില്ലേ? അപ്പൊ അവർക്ക് മാറ്റി നമ്മുടെ സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ പോയി കിരീടം വെച്ചിട്ടൊന്നും കാര്യമില്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാവർക്കും മനുഷ്യന്മാരല്ല, എല്ലാവർക്കും ബുദ്ധിയുണ്ട് അല്ലേ? അവർക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ. അപ്പം മണ്ഡലത്തിലൊരു LDF-ന്റെ ഒരു ചായ്വുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ തൊഴിലാളികളുടെ ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്.